കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിത വീണ്ടും സമരത്തിലേക്ക്. സ്ഥലം മാറ്റിയ 5 ജീവനക്കാരെ തിരിച്ചെടുത്തതിലാണ് പ്രതിഷേധം. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് അതിജീവിത കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 ജീവനക്കാർ ഇന്നലെ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരുന്നു. സ്ഥലം മാറ്റിയ ജീവനക്കാർ തിരികെ എത്തിയതിലാണ് അതിജീവിതയുടെ പ്രതിഷേധം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലാണ് അതിജീവിത പ്രതിഷേധവുമായി എത്തിയത്. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് അതിജീവിത ആരോപിച്ചു. നീതി വേണമെന്നും പ്രതികളെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു. ഭയങ്കര വിഷമം തോന്നി, ഒരു നാണക്കേട്, എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നി. കാരണം പ്രതികളെ സംരക്ഷിക്കാനാണ് എപ്പോഴും സർക്കാർ ശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് പരാതി കൊടുത്തിട്ടും എല്ലാ വിധത്തിലും മുഖ്യമന്ത്രിയെ കണ്ട്, ആരോഗ്യമന്ത്രി, അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ സ്വന്തം പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു അതിജീവിത കൂടെ ഉണ്ടെങ്കിൽ അവർ കൂടെ നിൽക്കാത്തതാണ് നല്ലത്. അപ്പോൾ എനിക്ക് എന്തായാലും നീതി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ട്രിബ്യൂണൽ ഉത്തരവുമായാണ് ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിച്ചതെന്നാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച അതിജീവിതയെയും ആക്ഷൻ കമ്മിറ്റി നേതാവ് നൌഷാദ് തെക്കയിലിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അറ്റൻഡർമാരായ 4 പേരും നഴ്സിംഗ് അസിസ്റ്റന്റായ ഒരാളുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെത്തിയത്. 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുമാണ് സ്ഥലം മാറ്റിയിരുന്നത്. 2023 മാർച്ച് 18-ന് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ പാതിമയക്കത്തിൽ കിടക്കുമ്പോൾ യുവതിയെ അറ്റൻഡറായ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചതായാണ് കേസ്. വാർഡിലെത്തിയ ശേഷം ജീവനക്കാരായ 5 പേരും ഭീഷണിപ്പെടുത്തിയെന്നാണ് അതിജീവിത മൊഴി നൽകിയിരുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.